എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ PNCMAC അതായത് പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഓഫ് കേരളയുടെ BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള ടോക്കൺ ഫീ പേയ്മെൻറ്റ് നാളെ അവസാനിക്കും. അതായത് ഓഗസ്റ്റ് 22 അവസാനിക്കുന്നതാണ്. ഓഗസ്റ്റ് 22 മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും അതിനുശേഷം ഓഗസ്റ്റ് 23 വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ അതത് കോളേജുകളിൽ ജോയിൻ ചെയ്യേണ്ടതും ആണ്. ഫീ പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ഇത്രമാത്രമാണ് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾക്ക് BSc നഴ്സിംഗ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഇവിടെയായിട്ട് അതായത് ക്ലിക്ക് ഹിയർ ടു BSc നഴ്സിംഗ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പേജിൽ പോകുന്നതാണ്. അപ്പോൾ ഇവിടെ ഏകദേശം കുറേ കോളേജസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നേരത്തെയുള്ള ആ ഒരു ഹോം പേജിലേക്ക് പ്രവേശിക്കുകയും ഇവിടെ ലോഗിൻ അലോട്ടഡ് യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് ഉണ്ട്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം BSc നഴ്സിംഗ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം നിങ്ങളുടെ ഇമെയിൽ IDയും പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് 10,000 രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് അടയ്ക്കേണ്ടത്. അപ്പോൾ ആ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. നാളെ വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുകയാണ് എങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ പരിഗണിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്ത് അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. വിദ്യാർത്ഥികൾ ഇപ്പോൾ നിലവിൽ ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു, നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തു, എന്നാൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാതിരിക്കുകയാണ്. അതായത് 23 വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കാതിരിക്കുകയാണ് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് ചിലപ്പോൾ നഷ്ടപ്പെടുന്നതാണ്. കാരണം നിങ്ങൾ അഡ്മിഷൻ എടുക്കാത്തത് കൊണ്ട് തന്നെ ആ ഒരു സീറ്റ് മറ്റുള്ളവർക്കായിട്ട് നൽകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സീറ്റ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കപ്പെടുന്നതാണ്. പിന്നീട് നിങ്ങളുടെ ഇൻഡെക്സ് അനുസരിച്ചും സീറ്റ് വേക്കൻസി അനുസരിച്ചും അതുപോലെ അപേക്ഷിച്ചവരുടെ ഇൻഡെക്സ് മാർക്ക് അനുസരിച്ചുകൊണ്ടും നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് സാധ്യത ഉണ്ടായിരിക്കും. എന്നാൽ ആദ്യം ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതാണ് എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നാളെ വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം ഈ ഒരു ഓഗസ്റ്റ് 23 വൈകുന്നേരം 5 മുമ്പായിട്ട് നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ നേടാനും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടുകയാണ് എങ്കിൽ പിന്നീട് വരുന്ന സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് മറ്റൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് എങ്കിൽ ഇപ്പോൾ ലഭിച്ച സീറ്റ് പോവുകയും പുതുതായിട്ട് അലോട്ട്മെൻറ്റ് എവിടെയാണോ കിട്ടിയത് അവിടെ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അതായത് നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടി, ഹയർ ഓപ്ഷൻസ് അവിടെ നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന പക്ഷം ഇപ്പോൾ ലഭിച്ച സീറ്റ് പോവുകയും പുതുതായിട്ട് ഏത് കോളേജിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത് ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, PNCMACൽ അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് LBSൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീസും അതുപോലെ തന്നെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സൊക്കെ തിരിച്ച് കിട്ടുമോ എന്നുള്ളത്. അത് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നതാണ്. അത് എങ്ങനെയാണ് തരിക, അതുപോലെ ഫുൾ ഫീ പേയ്മെൻറ്റ് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നതായിരിക്കും. ഏകദേശം 1,000 രൂപ മാത്രം ചിലപ്പോൾ അത് പിടിച്ചു വെച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അഡ്മിഷൻ നേടുന്ന സമയത്ത് കൃത്യമായിട്ട് കോളേജിൽ ആ ഒരു ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതായത് LBS വഴി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് എങ്കിൽ നിങ്ങൾ ഇപ്പോൾ അടക്കുന്ന ഫീസ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കോളേജിൽ ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ LBS വഴി ആയിരുന്നാലും PNCMAC വഴി ആയിരുന്നാലും സെൽഫ് ഫിനാൻസ് കോളേജിലെ മാനേജ്മെൻറ്റ് സീറ്റ് കിട്ടുകയാണെങ്കിൽ സെയിം ഫീസ് തന്നെയാണ് വരുന്നത്. അതായത് ഒരു വർഷം 1,13,000 രൂപയാണ് ആദ്യ വർഷം. രണ്ടാം വർഷം മുതൽ 1,02,000 സംതിങ് രൂപയാണ് ഫീസ് വരിക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം അഥവാ നിങ്ങൾക്ക് LBSൽ കിട്ടാതിരിക്കുകയാണെങ്കിൽ ഇവിടെ ലഭിച്ച ആ ഒരു സീറ്റ് വെറുതെ കളയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഈ ഒരു നാളെ വൈകുന്നേരം 5 മണിക്കകം ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ
അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതാണ്. അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത് 23-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ടാണ്. അതായത് ഇന്നും നാളെയും അതുപോലെ 23-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യാം. കോളേജിൽ ജോയിൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കപ്പെടുന്നതായിരിക്കും. എന്നാൽ ഇപ്പോൾ ലഭിച്ച ആ ഒരു സീറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് LBSൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ ആ ഒരു ഫീ പേയ്മെൻറ്റ് അടിച്ച ആ ഒരു സീറ്റ് കൺഫേം ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രോബ്ലം വരുന്നില്ല. അതുപോലെ തന്നെ LBSൽ കിട്ടാത്ത വിദ്യാർത്ഥികൾ ഈ ഒരു PNC മാക്കിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കോളേജിൽ 23-ാം തീയതിക്കുള്ളിൽ അഡ്മിഷൻ നേടുന്നതായിരിക്കും നല്ലത്. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ്റെ മുകളിൽ ഹയർ ഓപ്ഷൻസ് ഉണ്ട് എങ്കിൽ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ മറ്റൊരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോളേജിലേക്ക് മാറുന്നതിനായിട്ടുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നാളെ വൈകുന്നേരം 5 മണിക്കുമ്പായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും 23-ാം തീയതി വൈകുന്നേരം 5 മണിക്കുമ്പായിട്ട് കോളേജിൽ ജോയിൻ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടും എങ്കിലും നിങ്ങൾക്ക് ആ ഒരു സീറ്റ് വേക്കൻസിയും അതുപോലെ തന്നെ ഇൻഡെക്സ് മാർക്കും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് പിന്നീട് അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ കിട്ടിയിട്ടുള്ള അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുത്തേണ്ടതില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനം അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.